ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14 അധ്യായം 15 മുതലുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. വിവാഹ വിരുന്നിൻ്റെ ഉപമ മനോഹരമായി ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു രാജാവ് തൻ്റെ മകൻ്റെ വിവാഹത്തിന് ഏറ്റവും സന്തോഷകരമായ ആ ചടങ്ങിലേക്ക് ദേശത്തുള്ള പ്രമുഖരായ ഒരുപാട് വ്യക്തികളെ വിളിക്കുന്നു. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് യഹൂദ വിവാഹങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ജനത്തെ അറിയിക്കുവാൻ, ക്ഷണിക്കപ്പെട്ടവരെ അറിയിക്കാനായിട്ട് ദൂതന്മാരെ അയക്കുന്ന ഒരു പതിവ് പൊതുവിൽ ഉള്ളതാണ്. ആ പതിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ കഥയിലെ യജമാനൻ തൻ്റെ മകൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ അടുക്കലേക്ക് വിരുന്ന് തയ്യാറായിരിക്കുന്നു, നിങ്ങൾ ഭക്ഷണത്തിന് വരണം എന്ന് അറിയിച്ച് ആളയക്കുന്നു. ക്ഷണിക്കപ്പെട്ടവർ പലരും പലവിധ കാരണങ്ങൾ പറഞ്ഞ് വിവാഹ വിരുന്നിന് എത്താതിരിക്കുന്നു എന്നത് ഈ കഥയുടെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. എന്തുകൊണ്ടാണ് അവർ വിവാഹ വിരുന്നിന് പങ്കെടുക്കാതിരുന്നത് എന്ന് കൃത്യമായ സൂചനയൊന്നും ബൈബിളിൽ തന്നിട്ടില്ല. പക്ഷെ ഓരോരുത്തരെ ഒഴികഴിവുകൾ പറഞ്ഞ് വിവാഹ വിരുന്നിന് പോകാതിരിക്കുകയാണ്. ഈ സമയം യജമാനൻ പറഞ്ഞു, വിവാഹ വിരുന്ന് സജ്ജമാക്കിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരിക്കുന്നു. അതുകൊണ്ട് വഴിക്കവലകളിലും നാൽക്കവലകളിലും ചെന്ന് പെരുവഴിയിൽ നിന്നും ഊടുവഴികളിൽ നിന്നും കാണുന്നവരെയൊക്കെ വിവാഹ വിരുന്നിന് ക്ഷണിക്കണം. അവരെല്ലാവരും വിവാഹ വിരുന്നിന് അണയട്ടെ. വിവാഹ വിരുന്നിന് വന്നിരിക്കുന്നവരിൽ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരുവനെ യജമാനൻ കണ്ടെത്തുന്നു. അവനെ വിവാഹവേദിയിൽ നിന്ന് പുറത്തേക്ക് ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നത് പോലെ കരച്ചിലും പല്ലുകിടിയുമുള്ള സ്ഥലത്തേക്ക് തള്ളിക്കളയുകയാണ്. ഈ കഥയുടെ പരാമർശം നമ്മെ സംബന്ധിച്ച് അർത്ഥവത്താകുന്നത് യേശുനാഥൻ്റെ ദിവ്യ വിരുന്നിന്, വിശുദ്ധ കുർബാനയ്ക്ക് നമ്മളെല്ലാവരെയും അവിടുന്ന് ക്ഷണിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു ഘട്ടം, സ്വന്തം ശരീരരക്തങ്ങൾ നമുക്കായി മുറിച്ചു നൽകുന്ന അനുഗ്രഹത്തിൻ്റെ പൂജ്യ ബലി. ഈ ബലിയർപ്പണത്തിന് പങ്കെടുക്കാൻ നമ്മളൊക്കെ തയ്യാറാകുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യം. വിവാഹ വിരുന്നിന് അണയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വിവാഹ സദ്യയിൽ പങ്കെടുക്കലാണല്ലോ. തൻ്റെ മകൻ്റെ വിവാഹ വിരുന്നിനായി ഒരുക്കിയിരിക്കുന്ന സദ്യ അവൻ നമുക്ക് വേണ്ടിയിട്ട് ദിവ്യകാരുണ്യമായി തീരുന്ന അവിടുത്തെ പരമയാഗത്തിൻ്റെ പരിസമാപ്തിയാണെന്ന് നമുക്കറിയാം. ഗോതമ്പപ്പം എടുത്തുയർത്തി അത്താഴവേളയിൽ അവൻ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുന്നു. പാനപാത്രം എടുത്തുയർത്തിയിട്ട് അവൻ പറഞ്ഞു, ഇതിലുള്ള വീഞ്ഞ് എൻ്റെ രക്തമാണ്. ഓരോ കത്തോലിക്കാ വിശ്വാസിയും ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് വിശ്വാസത്തോടെ, ബോധ്യത്തോടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ബലിവേദിയിൽ അർപ്പിക്കപ്പെടുന്ന ബലിവസ്തുക്കൾ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളായി മാറുന്നുണ്ട് എന്ന്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മിൽ എത്ര പേര് ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് ഓടി അകലുന്നു? എത്രയോ പേര് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാതെ പള്ളിയിൽ കുർബാനയ്ക്ക് വന്ന് കുർബാന കണ്ടു മടങ്ങുന്നു. ഇവിടെയാണ് ഈ ഉപമയുടെ അർത്ഥം നമ്മൾ തിരിച്ചറിയുക. ദിവ്യനാഥൻ നമ്മെ ഓരോരുത്തരെയും വിരുന്നിന് ക്ഷണിക്കുന്നു. അവൻ്റെ വിരുന്നിൽ പങ്കെടുക്കാതെ ഒഴികഴിവുകൾ പറഞ്ഞ് നമ്മൾ മാറിപ്പോവുക. ദിവ്യാന ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ
നമ്മളിൽ പലരും മടി കാണിച്ച് മാറി നിൽക്കുന്നു. വിവാഹ വിരുന്ന് അണഞ്ഞവരിലും ഉണ്ടായിരുന്നു ഒരു വില്ലൻ. യഹൂദ വിവാഹവേദിയിലെ പുറത്ത് പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് വിവാഹ വസ്ത്രങ്ങൾ ഒരുക്കി വെക്കാറുണ്ട്. അകത്തേക്ക് കയറി പോകുന്നവർ ഈ വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞു വേണം പന്തലിലേക്ക് പ്രവേശിക്കാൻ. അതിന് സമയം കണ്ടെത്താത്ത ഒരു വിരുദ്ധനാണ് അകത്ത് പ്രത്യക്ഷപ്പെട്ടതും ശിക്ഷിക്കപ്പെട്ട് പുറന്തള്ളപ്പെടുന്നതും. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 11-ാമത്തെ അധ്യായം 27 മുതലുള്ള വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അയോഗ്യതയോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവൻ തനിക്ക് തന്നെയുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മുടെ പാവകറകൾ കഴുകി വിശുദ്ധ വസ്ത്രം ധരിച്ച് ശുഭ്രവസ്ത്രധാരികളായി വിവാഹവിരുന്നിന് പങ്കെടുക്കാൻ നമുക്ക് സാധിക്കണം. യേശുവിൻ്റെ വിവാഹവിരുന്ന് അവൻ നമുക്ക് വേണ്ടി അർപ്പിക്കുന്ന ബലിയാണ്. എല്ലാ ദിവസവും നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ബലി. ആ ബലിയിൽ പങ്കെടുക്കുമ്പോൾ അവൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാനുള്ള യോഗ്യത ഞാൻ നേടിയെന്ന്. അതാണല്ലോ പൗരസ്ത്യ ആരാധനക്രമത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സിറോ മലബാർ കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ട് മുമ്പ് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണ്. പാപങ്ങൾ സങ്കീർത്തന വേദിയിൽ, പാപസങ്കീർത്തന വേദിയായ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കണം. കുറവുകളും ബലഹീനതകളും അവൻ്റെ അൾത്താരയിൽ ഇറക്കി വെച്ച് നമുക്ക് കുമ്പസാരക്കൂടിനെ സ്നേഹിക്കുന്നവരായി മാറണം. അവൻ്റെ നിത്യവിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് ആ ബലിയിലെ യോഗ്യതയോടെ വിവാഹ വസ്ത്രത്തോടെ കടന്നു ചെന്ന് നിർമ്മലതയോടെ അവിടുത്തെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.